സെൽഫ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് വെറും നിസ്കാരം, നോമ്പ് അതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. സെൽഫ് ഡെവലപ്മെന്റിന്റെ ഒരു മതം കൂടിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹു സൂറത്തുൽ റഅദിലൂടെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറുന്നത് വരെ അള്ളാഹു ഒരു സമൂഹത്തെയും മാറ്റിയിട്ടില്ല എന്നുള്ളത്. ഈ ഒരു ആയത്ത് തന്നെ വലിയൊരു പോയിന്റാണ്. സെൽഫ് ഡെവലപ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കുന്ന വലിയൊരു പോയിന്റാണ് ഈ സൂറത്തുൽ റഅദിൽ ഈ ഒരു ആയത്ത് എന്ന് പറയുന്നത്. അതില് ഒരു 3 പോയിന്റ് പറയുകയാണെങ്കിൽ, ഒന്ന് ഇൽമ്, തൊലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്നാണല്ലോ. അപ്പം നമുക്ക് സ്വയം പാകപ്പെടാനുള്ള ഒരു ഇൽമ, ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ആരുടെ മുന്നിൽ നമുക്ക് ചെറുതാവേണ്ട ആവശ്യമില്ല. ബറക്കത്തുള്ള ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ എവിടെയും നമുക്ക് സംസാരിക്കാനും കോൺഫിഡൻസോടെ നിൽക്കാനുള്ള എല്ലാ ഒരു ഡെവലപ്മെന്റ് നമുക്കുണ്ടാവും. പിന്നെ രണ്ടാമതായി പറയുന്നത് തഖ്വയിൽ ജീവിക്കുക. തഖ്വയിൽ ജീവിക്കുമ്പോൾ എന്താ, നമ്മൾ സ്വയം നമ്മള് തെസിക്കിയതുണ്ടാവാണ്, സ്വയം നമ്മൾ നന്നാവുക ചെയ്യുന്നത്. ഈ തഖ്വയിൽ ജീവിക്കാൻ പരിശീലിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാസത്തിലാണല്ലോ നമ്മളുടെ പരിശുദ്ധ റമദാനിൽ. പിന്നെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ട ഏറ്റവും വലിയൊരു തിരിച്ചറിവ് എന്നുള്ളത് ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഏതൊരു പ്രയാസത്തിന്റെ കൂടെയും ഒരു എളുപ്പമുണ്ട് എന്നുള്ള ഈ ഒരു തിരിച്ചറിവ്, ഇതൊരു വലിയൊരു പോയിന്റാണ്. ഖുർആനിൽ അള്ളാഹു 2 പ്രാവശ്യം ഈ ആയത്തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ജേണിയിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോ നമ്മുടെ ഉദ്യമത്തിൽ നിന്ന് നമ്മൾ മാറാതെ റബ്ബ് ഇതിനേക്കാളും ഹൈറായ എനിക്ക് തരും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഒരു എളുപ്പം വരും എന്നുള്ളൊരു ഏറ്റവും വലിയ തിരിച്ചറിവിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തണം. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നമ്മള് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ബീവിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി യസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ എല്ലാവരുടെ ഒരു പ്ലേസ് ഒന്ന് ടൈപ്പ് ചെയ്തോടോ ചാറ്റ് ബോക്സിൽ. എവിടെ സ്ഥലം? കാനൂര്, എടവണ്ണപ്പാറ, തിരൂര്, വയനാട്, കണ്ണൂര്. അപ്പൊ നമ്മള് കേരളത്തിന്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാരും കൂടി ഒരു സംഗമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാല്ലേ. പഠിച്ചോ നമ്മുടെ ഈ പറയലും കേൾക്കലൊക്കെ തന്നെ ഒരു സ്വാലിഹായ അമലായി പരിഗണിക്കുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെ ഏറ്റവും പഠിച്ച റബ്ബ് പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ജീവി ഏതാണ്? മനുഷ്യൻ അല്ലെ, മനുഷ്യൻ. അതെ, പഠിച്ചവര് മലക്കുകളെയും പഠിച്ചിട്ടുണ്ട്, മൃഗങ്ങളെയും പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ മനുഷ്യന്റെ പ്രത്യേകത? മലക്കുകൾ എന്ന് പറഞ്ഞാല് വിചാരം മാത്രമേ ഉള്ളൂ, മൃഗങ്ങൾക്കാണെങ്കിൽ വികാരം മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യന്മാർക്ക് വികാരവും ഉണ്ട്, വിചാരവും ഉണ്ട്. മനുഷ്യന്മാര് ചിലപ്പം മലക്കുകളിലേക്കാൾ മുകളിലേക്കും പോവാം, മൃഗങ്ങളെക്കാൾ താഴേക്കും പോവാം. നമ്മളിപ്പോ കുറച്ചു ദിവസം മുമ്പ് കേട്ടൊരു ന്യൂസ് ആണല്ലേ, മൃഗങ്ങളെക്കാൾ താഴേക്ക് പോയൊരു മനുഷ്യൻ എന്നുള്ള ഒരു ഉദാഹരണം. ഒരു മുഹമ്മദ് ഫായിസ് എന്ന് പറഞ്ഞ ഒരാള് ഒരു കുട്ടിയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് ആ കുട്ടി മയ്യത്തായതല്ലേ, നമ്മൾ കേട്ടതാണ് 2 ദിവസം മുമ്പുള്ള ഒരു ന്യൂസ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ താഴെയും പോവാം, മലക്കുകളെക്കാൾ മുകളിലും പോവാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയായില് 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യുസഹിബൂനൽ ലൈല വന്നഹാറ വലാ തസ്കുറൂൻ. മലക്കുകൾ ഏത് നേരവും പടച്ചോനെ ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്, രാത്രി പകലൊന്നും ഇല്ലാതെ ഫുൾ ടൈം പടച്ചോനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് മലക്കുകളെക്കാൾ മുകളിൽ പോവുകയും ചെയ്യാം, ഇതുപോലെ മൃഗത്തിനേക്കാൾ താഴേക്ക് പോവുകയും ചെയ്യാം.
അത് നമ്മളെ കയ്യിലാണ്, നമ്മൾ ഏത് തിലത്തിൽ പോകുന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ നെഫ്സ്, നമ്മളെ മനസ്സനുസരിച്ചായിരിക്കും നമ്മൾ ഏത് ലെവലിലേക്ക് പോവാന്നുള്ളത്. നമ്മളെ കയ്യിലാണ് അതിനുള്ള കൺട്രോള്. നല്ലവരായ ആബിദീങ്ങളിൽ പഠിച്ച നമ്മളെല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇല്ല, എന്തിനാ പറയണേ? റമദാനില് നമ്മൾ എന്തിനാ നോമ്പ് നോക്കുന്നേ? എന്തിനാ നോമ്പ് നോക്കുന്നേ? ടൈപ്പ് ചെയ്യോ? എന്തിനാ നമ്മള് നോമ്പ് നോക്കുന്നത് റമദാനില്? വെറുതെ നോക്ക? എല്ലാരും നോക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ നോറ്റോളി, അങ്ങനെയാണോ? അല്ല, നീയത്തില്ലേ? പഠിച്ചവന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത് അല്ലെ? അള്ളാഹുവിന്റെ കൽപ്പന അതന്നെ. നമ്മള് മെയിൻ നിയത്ത് പഠിച്ചവന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. നമ്മളിപ്പോ ഒരു എക്സാം എഴുതുന്നുണ്ട്. എക്സാം എഴുതുന്നതിനാ? വെറുതെ എക്സാം എഴുതാൻ വേണ്ടി എഴുതല്ലോ. ഒരു റിസൾട്ട് ഉണ്ടാവും ആ എക്സാം എഴുതി കഴിഞ്ഞാല്. അതുപോലെ തന്നെയാണ് നോമ്പിന്. നമ്മൾ നോമ്പ് നോക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോ ഒരു എക്സാം എഴുതിക്കിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ആ റിസൾട്ടിനാണെങ്കിൽ, നോമ്പാണെങ്കിലും നമ്മൾ നോമ്പ് നോക്കുമ്പോഴും അതിനുശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റമദാൻ നമുക്ക് വേണമെങ്കിൽ ഒരു മാസത്തെ ട്രെയിനിങ് കോഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ ഒരു ട്രെയിനിങ് കോഴ്സിന് പോയി വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ ആ ട്രെയിനിങ് കോഴ്സ് കൊണ്ട് നമുക്ക് ലൈഫിൽ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെയാണ് റമദാനിലൂടെ നമ്മൾ കടന്നു പോയിട്ടും നമ്മളെ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ റമദാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലവും ഇല്ല എന്നുള്ളത് പറയാം. ഇപ്പൊ നമ്മൾ ഏകദേശം നോമ്പ് 18 ആയില്ലേ? ഇന്നലെ ബദരീങ്ങളാണ്ടായിരുന്നു. ഇന്നിപ്പോ നോമ്പ് 18 തരുമ്പോ അറ്റ്മോസ്റ്റ് ഏകദേശം റമദാന് കഴിയാറായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റമദാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പുണ്യമാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വേർഷൻ 12 മാസത്തില് നമ്മളെ ഏറ്റവും നല്ല വേർഷൻ ഏതാണ്? ഈ റമദാനിലാണ്. നമ്മൾ നല്ലത് മാത്രമേ ചെയ്യൂ, ചീത്ത ചെയ്യുന്നത് നമ്മൾ വേണ്ടാന്ന് മാറ്റി വെക്കൂ അല്ലെ? പിന്നെ നിസ്കരിക്കുക സാധാരണ പോലെ ഭയങ്കര കറക്റ്റ് പങ്ക്ച്വാലിറ്റി ആയിരിക്കും. പിന്നെ സുന്നത്ത് ചെയ്യും, ഖുർആൻ ഓതും. പിന്നെ എന്തൊക്കെ ചെയ്യും? എല്ലാരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്. പിന്നെ ഈ റമദാനായിട്ട് നമുക്ക് ഉണ്ടായൊരു മാറ്റം എന്തൊക്കെയാ? ഖുർആൻ ഓതും, അദ്കാർ ഓതും, പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങിയില്ലേ? റവാത്തീബ്, പിന്നെ തറാവീഹ് നിസ്കാരം, സദക്ക, സലാത്ത്, ഓക്കെ, പിന്നെ സുന്നത്തുകൾ കൂടി. അങ്ങനെ വെച്ചോക്കാന്ന് വെച്ചാൽ നമ്മള് ഏറ്റവും നല്ല വേർഷനിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോകുന്നത്. അതായത് ഏകദേശം ഒരു 18 ദിവസമായി നമ്മളിങ്ങനെ നമ്മളെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ സംഭവിക്കുകയാണ്. റമദാൻ മാസം ആണെന്ന് അറിയുന്നതോടുകൂടി ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മള് മെന്റലി അങ്ങ് പ്രിപ്പയർഡ് ആയിട്ട് അങ്ങോട്ടേക്ക് മാറാണ്. അതെന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒരു മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്? ഒന്നാമത് നേരത്തെ നാഫിയ പറഞ്ഞതുപോലെ നമുക്ക് റിവാർഡ് ഉണ്ട്, പിന്നെ അറിവുണ്ടല്ലേ? അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് റിവാർഡ് ഉണ്ട് എന്നുള്ള അറിവുണ്ട്. അതായത് എനി സിംഗിൾ ഡീഡ് ഇൻ ദ മന്ത് ഓഫ് റമദാൻ ഈസ് മൾട്ടിപ്ലൈഡ് 70 ടൈംസ്. അതായത് 70 തവണ ഒരു നല്ല ഡീഡ് ചെയ്താൽ നമുക്ക് 70 തവണ ആ കൂലി ഉണ്ടെന്നുള്ള ആ ഒരു അറിവാണ് നമ്മളെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഈമാനും വേണം അല്ലെ? ഈമാൻ ഉള്ളത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ 2 കാര്യങ്ങളുള്ളത്. ഒന്ന് ഈമാനുള്ളത് കൊണ്ടും ഒന്ന് അറിവുള്ളത് കൊണ്ടും. ഇങ്ങനെയൊക്കെ ചെയ്ത പല നേട്ടങ്ങളും ഉണ്ട്, പഠിച്ചവന്റെ അടുത്ത് നിന്ന് കുറെ പ്രതിഫലം ഉണ്ട് എന്നുള്ള ആ ഒരു അറിവുള്ളതും കൊണ്ടുകൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ നമ്മള് പല കാര്യങ്ങളും ക്ഷമിക്കുന്നുണ്ട് അല്ലെ? ക്ഷമനെ പറ്റി പറയാന്ന് വെച്ചാല് നോമ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ക്ഷമനെ പറ്റി പറയേണ്ടി വരും. അത് ഇന്റർ കണക്റ്റഡ് ആണ്. വി കാൻ ടോക്ക് അബൌട്ട് റമദാൻ വിത്തൗട്ട് ടോക്ക് അബൌട്ട് പേഷ്യൻസ്. അതായത് ക്ഷമനെ പറ്റി നമുക്ക് പറയണമെങ്കിൽ, റമദാനെ പറ്റി നമ്മൾ പറയണമെങ്കിൽ അത് ക്ഷമക്ക് കാര്യമായിട്ടുള്ള പങ്കുണ്ട്. നമ്മൾ പണ്ട് മുതലേ കേട്ട് വളർന്ന ഹദീസ എന്താണ്? അള്ളാഹു ക്ഷമിക്കുന്നവന്റെ കൂടെയാണോ? അസ്സബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാകുന്നത്. പണ്ട് മുതലേ നമ്മൾ കേട്ട ഹദീസാണ്. പക്ഷെ അത് ഏറ്റവും നമ്മൾ കൂടുതൽ പ്രാവർത്തികമാക്കുന്ന ഒരു മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. അതായത് ക്ഷമ തന്നെ എന്തൊക്കെ തരം ക്ഷമ ഉണ്ട്? 3 തരത്തിലുള്ള സബറുണ്ട്.
ഒന്നാമത്തെ സബർ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കരിക്കാനും നോമ്പെടുക്കാനൊക്കെ നമുക്ക് ക്ഷമ വേണം അല്ലെ. നമ്മൾ ക്ഷമിച്ചിട്ടാണ് ഓരോ സന്ദർഭങ്ങളിൽ ഇബ്ലീസ് വന്ന് പറയെങ്കിലും നമ്മൾ ഇല്ല, നമ്മൾ നിസ്കരിക്കുന്നുള്ള ആ ഒരു ക്ഷമ കൈകൊണ്ടിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്, നോമ്പ് എടുക്കുന്നത്. ഇപ്പൊ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇബ്ലീസ് വന്നത് എന്തിനിപ്പോ കൊടുക്കുന്നത്, അപ്പൊ അതും വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ക്ഷമ കൈകൊണ്ടിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാല് അള്ളാഹ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമായിരിക്കും അത് ചെയ്യാൻ, പക്ഷെ അള്ളാഹ് പറഞ്ഞോട്ട് മാത്രം നമ്മള് ചെയ്യാതിരിക്കും. വി വാണ്ട് ടു ഡു ഇറ്റ്, ബട്ട് അള്ളാഹ് ഫോർബിഡൻ ചെയ്ത കാര്യമാണ്. അപ്പൊ നിരോധിച്ച കാര്യമായതുകൊണ്ട് അത് നമ്മൾ ചെയ്യൂല. അതാണ് വേറൊരു ടൈപ്പ് ക്ഷമ. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ക്ഷമ എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ. നമുക്ക് ഒരു ഏറ്റവും നല്ല ഉദാഹരണം നമ്മളിപ്പോ നമ്മളെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷമക്കുള്ള ഒരു ഉദാഹരണം പറയാൻ പറ്റൂലേ? എന്താണ്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പടച്ചോന്റെ ഒരു പരീക്ഷണം, ഡിഫിക്കൽട്ടീസ് ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ജനത, ഫലസ്തീൻ ജനത അല്ലെ, ഗസ. അതന്നെ പടച്ചോനെ ഈസ് ദെയർ പെയിൻ ആൻഡ് സഫറിങ്സ്, അവരുടെ വിഷമങ്ങളും ഇതൊക്കെ തന്നെ പടച്ചോനെ ഈ നല്ല നാളുകൊണ്ട് ഇല്ലാതാക്കട്ടെ, ആമീൻ. അപ്പൊ അതാണ് വേറൊരു തരത്തിലുള്ള ക്ഷമ. അത് പടച്ചോനെ അമ്പിയാക്കൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള പരീക്ഷണമാണ്. അതാണ് നമ്മളിപ്പോ അവരുടെ ഇടയിൽ കണ്ടെത്തുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ഫസ്റ്റ് 2 ക്ഷമ. ഏതൊക്കെയാ? നിസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ക്ഷമ, പിന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യാതിരിക്കുമ്പോൾ ആ 2 ക്ഷമകളിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. അല്ലാതെ ഭയങ്കരമായ വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും നമ്മളെ ലൈഫിൽ സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഇപ്പൊ ഫലസ്തീൻ ജനതയൊക്കെ അനുഭവിക്കുന്ന പോലത്തെ, അമ്പിയാക്കളൊക്കെ അനുഭവിച്ച പോലത്തെ അത്തരത്തിലുള്ള ഒരു പരീക്ഷണമൊന്നും പഠിച്ചു നമ്മളെ ലൈഫിൽ തന്നിട്ടില്ല അല്ലേ? ആണോ? യെസ്. അതന്നെ വലിയ പഠിച്ചോന്ന് തന്നെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ശരിക്കും ഈ ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാല് മെയിൻ ആയിട്ട് ക്ഷമ. ഈ 18 ദിവസമായിട്ട് നമ്മൾ ആ ഒരു ക്ഷമ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും 21 ദിവസമായി കഴിഞ്ഞാല് അത് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന. ഓൾറെഡി 18 ദിവസം ഓൾറെഡി പരീക്ഷിച്ചു കഴിഞ്ഞു. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ അത് നമ്മൾ ലൈഫ് ടൈമിലേക്കുള്ളൊരു വലിയൊരു നേട്ടമായി തീരുന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ഒപ്പം പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പവർ. പിന്നെ നോമ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന വേറൊരു നേട്ടമാണ്. എന്താണ് പറയാൻ പറ്റുമോ? എന്താണ് നോമ്പിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം? നാഫിയ ഫസ്റ്റ് പറഞ്ഞായിരുന്നു. എന്താണ്? ഫുഡ് കൺട്രോള്. ഫുഡ് കൺട്രോൾ തന്നെയാണ്. പക്ഷെ ആ ഫുഡ് കൺട്രോളിന്റെ എന്തിലെന്നാ വരുന്നത്? അത് കൺട്രോൾ ചെയ്യണേ നമുക്ക് എന്ത് വേണം? തെക്കുവ. അതന്നെ, നഫ്സ്. അതന്നെ ഫുഡ് കൺട്രോളിലൊക്കെ വരുന്നത് നഫ്സാണ്. നഫ്സ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാല് ജിഹാദ് നഫ്സാണ്. തെക്കുവ സ്വന്തം മനസ്സിനോട് നമ്മൾ ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ എന്ന് വെച്ചാല് ഭയങ്കര ചൂടല്ലേ, പുറത്തൊക്കെ പോയി വന്നാലേ തണുത്ത വെള്ളം കണ്ടാലേ, ഇപ്പൊ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കാണുന്നു നിൽക്കാം. അപ്പൊ നമ്മളെ മനസ്സത് കുടിക്കണമെന്നുണ്ടാവും, പക്ഷെ നമ്മളത് കുടിക്കൂല. ആ തണുത്ത വെള്ളം എന്നുള്ളത് നമ്മുടെ ഡിസയർ ആണ്. പക്ഷെ നമ്മളെ മനസ്സിലുള്ള വിൽ പവർ, നമ്മൾ കുടിക്കൂല എന്നുള്ള ആ വിൽ പവർ, അത് നമ്മൾ അറിയാതെ അങ്ങത് ലൈഫിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരാണ്. തണുത്ത വെള്ളം ഡിസയർ, ലോകത്തിലുള്ള ഡിസയർ ആയിട്ട് നമ്മൾ കരുതുക. പക്ഷെ പടച്ചവന് വേണ്ടി നമ്മൾ കുടിക്കൂല എന്നുള്ള ആ ഒരു വിൽ പവർ, അതൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നത്? അറിയാതെ ഉണ്ടാവുന്നതാണ്. അതൊക്കെ നമ്മളെ ഈ ഫാസ്റ്റിങ്ങിലൂടെ, ഈ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നേടിയെടുത്തതാണ് ആ തഖ്വ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ അൽ ബഖറയിലെ 153 ആയത്തിൽ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതായത് ഫാസ്റ്റിംഗ് ഈസ് ആക്റ്റീവ് തഖ്വ നേടാൻ വേണ്ടിയിട്ടാണ് പടച്ചോനെ ഫാസ്റ്റിംഗ് തന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ഓരോ നിമിഷവും കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ നോമ്പുകാരിയാണെങ്കിൽ, നോമ്പുള്ള ആളാണെങ്കിൽ റമദാൻ മാസത്തില് പ്രത്യേകം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ കോൺഷ്യസ് ആയിരിക്കും. അതായത് പടച്ചോനെ ഇങ്ങനെ നമ്മളെ വാച്ച് ചെയ്യുന്നുള്ള ഒരു കോൺഷ്യസ് ആയിരിക്കും. ഞാന് ഇപ്പൊ അത് പോകുമ്പോ അത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഒരു റിമൈൻഡർ മനസ്സിൽ ഇങ്ങനെ ഒരു അലാം വെച്ച പോലെ, അത് ചെയ്യാൻ പാടില്ല ഇത്. അപ്പൊ നമുക്കൊരു ട്രെയിനിങ് ആയിട്ട് തരികയാണ് 1 മാസം.
പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു മാസം കഴിഞ്ഞാൽ അത് നമ്മളവിടെ ഊരി വെക്കൂലേ. ആ ഒരു തെക്കുവയും ആ ഒരു സബറൊക്കെ ഓൾറെഡി നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞതാണെങ്കിലും കൂടെ ഒരു മാസം കഴിഞ്ഞാൽ നമ്മള് പെരുന്നാൾ രാവിലെ ആവുന്നതോടുകൂടി നമ്മൾ ഇനി പെരുന്നാൾ കഴിഞ്ഞല്ലോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. പല കാര്യങ്ങളും ലൈഫിൽ എന്നേക്കുമായിട്ട് മാറ്റി വെക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതായത് റമദാൻ കഴിഞ്ഞിട്ട് ചെയ്യാം, ഈ ഒരു മാസം നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കാന്നുള്ളൊരു നീയത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പടച്ചോൻ ആ നീയത്ത് തരുള്ളൂ. നമ്മളെ മനസ്സിൽ നന്നാവണം, റമദാൻ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ പോവണം എന്നുള്ളൊരു നീയത്താണ് നമ്മുടെ മനസ്സിലെങ്കിൽ പടച്ചോൻ അത് തരും. അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ റമദാൻ കഴിഞ്ഞിട്ട് വേണം കുറെ കാര്യങ്ങൾ ചെയ്യാനെന്നാണെങ്കിൽ പടച്ചോൻ അത് തരും. ഇന്നമ്മലാമാലും നമ്മളെ നീയത്തിനനുസരിച്ചാ പടച്ചോൻ നമുക്കത് തരുള്ളൂ. അപ്പൊ നമ്മളെ നീയത്ത് എന്തായിരിക്കണം? നമ്മളിതിപ്പോ കുറെ ഉണ്ടാക്കിയെടുത്ത ഈ തക്കുവയും ഈ സബറൊക്കെ നമ്മൾ റമദാനിന് ശേഷം കൊണ്ടുപോകുന്നുള്ള ഒരു ഡിസിഷന് ഇൻഷാ അല്ലാഹ് പടച്ചോനെ ഇന്നെങ്കിലും എടുക്കാൻ പറ്റണം നമുക്ക്. റമദാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ പുണ്യമാക്കപ്പെട്ട രാത്രി നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. 20 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല രാത്രികള് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഡിസയറിനെ പറ്റി പറഞ്ഞു അല്ലെ. നമുക്ക് ദുനിയാവിനോടുള്ള ഇഷ്ടം, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദുനിയാവിനോടുള്ള ഇഷ്ടമാണ് നമ്മളെ പടച്ചോനുമായിട്ട് അടുപ്പം ഇല്ലാതാക്കുന്നത്. നമ്മൾക്ക് എന്താ പറ്റുന്ന പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജിന്നിനെയും ഇൻസിനെയും അള്ളാഹു പഠിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാല് ദുനിയാവിലെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ മറന്നു പോകുന്നത് നമ്മൾ എന്തിനാണ് പടച്ചോനെ ഈ ദുനിയാവിലേക്ക് അയച്ചെന്നുള്ളത്. നമ്മൾ ഓരോ ഗോള് ലൈഫിൽ സെറ്റ് ചെയ്യുമ്പോഴും ഈ ജീവിതത്തിൽ ഓരോ ഗോള് ലൈഫിൽ സെറ്റ് ചെയ്യുമ്പോഴും നമ്മള് ഫസ്റ്റ് ഗോള് ടു ഗെയിൻ ജന്ന, സ്വർഗം കിട്ടണം ഇബാദത്ത് ചെയ്തിട്ട്. അതായിരിക്കണം നമ്മൾ ഇനി ഏത് ലൈഫിൽ എന്ത് ഗോള് സെറ്റ് ചെയ്താലും ഫസ്റ്റ് ടു ഗെയിൻ ജന്ന എന്നായിരിക്കണം, സ്വർഗം നേടുക എന്നുള്ളതായിരിക്കണം നമ്മളെ ഫസ്റ്റ് ലൈഫിന്റെ ഇന്റൻഷൻ. അത് വിചാരിച്ചിട്ട് ലോകത്തില് കാറ് വാങ്ങുന്നതോ പിന്നെ വീട് വെക്കുന്നതോ ഒന്നും തെറ്റായ കാര്യമില്ല. പക്ഷെ ഒരു ബാലൻസിങ് വേണം നമ്മളെ ലൈഫിൽ. നമ്മൾ കൂടുതൽ ഈ ദുന്യവിയായിട്ടുള്ള വേൾഡ്ലി തിങ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മള് ഹിയർ ആഫ്റ്റർ നമ്മൾ മറന്നു പോവാണ്. നമ്മള് ഈ ഓട്ടത്തിന്റെ ഇടയിൽ ലോകത്തില് ഏറ്റവും കൂടുതൽ സുന്ദരമാക്കി എടുക്കാനുള്ള ആ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നെന്നുള്ള ഒരു ലക്ഷ്യം നമ്മളെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുന്നു. പക്ഷെ ഒരു ആസ് എ മുസ്ലിം നമ്മൾ ശരിക്കും ആ ഒരു ബാലൻസിങ് എന്തായാലും ഉണ്ടാക്കിയെടുക്കണം ലൈഫിൽ. അത്തരത്തിലൊരു ബാലൻസിങ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഈ റമദാനിൽ, ഓൾറെഡി ചെയ്തു. ഇനി നമ്മൾ അത് വിടാൻ പാടില്ല. ഒരു റമദാൻ കഴിഞ്ഞിട്ടും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ മുസ്ലിമിന് എന്താണ് ലൈഫിൽ ഒരു സക്സസ് ഇല്ലാതാണ്. ഇത്രയും കാര്യങ്ങൾ കടന്നു പോയിട്ടും ഒരു മാറ്റം, ഒരു ചേഞ്ചെങ്കിലും നമ്മളെ ജീവിതത്തിൽ വരണം ഈ റമദാൻ കഴിഞ്ഞിട്ട്. അതായത് ഇപ്പൊ ഞാൻ പറയാം, പർദ്ദ ഇടാത്ത ഒരാളാണെങ്കിൽ ഈ റമദാൻ കഴിഞ്ഞാൽ പർദ്ദ ഇടാം. പിന്നെ സുന്നത്ത് നിസ്കരിക്കാത്ത ആളാണെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുക. ഒരു ദിവസം കൊണ്ട് തന്നെ മാറാന്നുള്ളതല്ല, സ്ലൈറ്റ്ലി ആയിട്ടുള്ള ഒരു ചേഞ്ചെങ്കിലും നമ്മളെ ലൈഫിൽ വന്നിരിക്കണം. ഉദാഹരണം പറയാന്ന് വെച്ചാൽ തീരെ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ 5 നേരത്തെ നിസ്കാരം കറക്റ്റ് പങ്ക്ച്വലാക്കുക. ഇനി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പിന്നെ സുന്നത്തുകൾ ആഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഡിഫറെന്റ് ആയിരിക്കും, ഓരോ പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. എന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കില്ല നിങ്ങളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളതിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് പർദ്ദ ഇടാത്ത ആള് പർദ്ദ ഇടാൻ തുടങ്ങുമ്പോൾ പർദ്ദ ഇട്ട ആള് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ചുകൂടി നല്ല കവേർഡ് ആയിട്ടുള്ള പർദ്ദ ഇടാൻ തുടങ്ങുക. അങ്ങനെ ഓരോരുത്തരും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാനുള്ള, അതായത് പടച്ചോനായിട്ട് അടുക്കാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ റമദാനെ എന്തായാലും എടുക്കണം. ഏതായാലും നമ്മളിപ്പോ ഓൾറെഡി നല്ലൊരു പേഴ്സണാലിറ്റി ആയി വന്നു, സെൽഫ് ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞു. 19 ദിവസം ആകുമ്പോഴത്തിന് തന്നെ തെക്കുകയും സബറൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു. ഇനി അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് നമ്മളെ റെസ്പോൺസിബിലിറ്റി. നാളെ പഠിച്ചവൻ നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ഉത്തരം പറയുക തന്നെ ചെയ്യേണ്ടി വരും. ഇത്തരം ഒരു അറിവ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടും നാളെ അവന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, ഇല്ലാമൻ അത്തല്ലാഹു ഖൽബൻ സലീം, അതായത് നല്ല മനസ്സുള്ള ആളെ ആ പഠിച്ചോ നാളെ ഹിയർ ആഫ്റ്റർ സ്വീകരിക്കുള്ളൂ. അപ്പൊ നല്ല കൽബുള്ള മനസ്സ് ആവണമെങ്കിൽ നമ്മൾ ഇത്രയും നല്ലൊരു എല്ലാ ഇതും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടും നമ്മൾ ആ ഒരു കൽബിൻ സലീം ഒഴിവാക്കിയിട്ട് പിന്നെയും
ആദ്യത്തെ ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചോദ്യം പഠിച്ചോ നമുക്ക് നാളെ ഹിയർ ആഫ്റ്റർ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിമൈൻഡ് നമ്മളെ മനസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, ഈ ലോകത്തിലെ വേൾഡ്ലി തിങ്സ് ഡിസയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലീറ്റിംഗ് എൻജോയ്മെന്റ്. നമ്മളിപ്പോ ഒരു കാറ് വാങ്ങി ആ ഒരു രസം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ വീട് വെക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരിക്കും നമുക്ക്. അത് വർഷങ്ങളായിട്ട് 4-5 വർഷമൊക്കെ എടുത്ത് ഭയങ്കര ആഗ്രഹമായിട്ട് അതുണ്ടാക്കി കൈ കിട്ടിയാല് അതിന്റെ ആ ഒരു രസം അത് കിട്ടുന്നതോടുകൂടി അതങ്ങ് പോകും. അതാണ് ദുനിയാവിലെ ഓരോ കാര്യത്തിന്റെയും മെയിൻ ആയിട്ടുള്ള കാര്യം. എന്തൊരു സാധനം എടുത്താലും നമ്മളെ കയ്യിൽ കിട്ടുന്നവര് വരെ അതിന് ഭയങ്കര വാല്യൂ ഉണ്ടാവും. അത് പഠിച്ചോ നമ്മളെ കയ്യിൽ കൊണ്ടുതരുമ്പോത്തിന് അതിന്റെ വാല്യൂ കുറയും. അത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും എന്തെങ്കിലും. ഒരു നല്ല രസമുള്ള ഭംഗിയുള്ള ഡ്രസ്സ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര നിരാശയായിരിക്കും. നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലോ അതിന്റെ രസം പോയി. അത്രേ ഉള്ളൂ ദുനിയാവിലെ ഓരോ കാര്യങ്ങളും പഠിച്ചോന്. പക്ഷെ പഠിച്ചോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഹിയർ ആഫ്റ്റർ, ഈ ലൈഫിന് ശേഷമുള്ളതാണ്. പക്ഷെ നമ്മള് മനുഷ്യന്മാര് ഇഷ്ടപ്പെടുന്നത് ദുനിയാവിനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. പിന്നെ അതായത് ദുനിയാവിലെ അനുഗ്രഹങ്ങളെയും പിന്നെ ഹിയർ ആഫ്റ്റർ അതായത് ആഖിറത്തിലെ അനുഗ്രഹങ്ങളെയും നമ്മൾ കമ്പയർ ചെയ്താല്, നമ്മളിപ്പോ ഒരു സമുദ്രം അല്ലെങ്കിൽ ഒരു ഓഷ്യനിൽ പോയിട്ട് നമ്മളൊരു വിരൽ എടുത്തിട്ട് ആ ഒരു ഓഷ്യനിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്യാം, മുക്ക് അതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആ വിരൽ പൊക്കിയെടുക്കുക. അപ്പൊ ആ ഒരു വിരലില് എത്രമാത്രം വെള്ളം ഉണ്ടാവും? ആ ഒരു വിരലില് നോക്കി എത്ര വെള്ളം ഉണ്ടാവും? അതിൽ വെള്ളം ഉണ്ടാവോ? ചിലപ്പോ 1 or 2 ഡ്രോപ്സ് ഉണ്ടാവില്ലേ അതില്, അത്രയല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ അതില്. അപ്പൊ ആ മുക്കിയെടുക്കുന്ന ആ വെള്ളവും ഈ ഓഷനാണ് ഹിയർ ആഫ്റ്റർ, ഈ ദുനിയാവല്ല. ആ നെക്സ്റ്റ് ദുനിയാവിലേക്കുള്ള അനുഗ്രഹമാണ് ആ സമുദ്രം. എന്നാലും നമ്മൾ ഈ കൈയിട്ട് മുക്കിയെടുത്ത ഈ ഒരു തുള്ളി വെള്ളമാണ് ദുനിയാവിലെ അനുഗ്രഹം. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പറയും നമുക്ക് ആ സമുദ്രം നമുക്ക് വേണ്ട, നമുക്ക് ആ ഓഷൻ നമുക്ക് വേണ്ട, നമുക്ക് ഈ അനുഗ്രഹം മതി, കയ്യിലുള്ള ഈ ചെറിയ അനുഗ്രഹം മതി. പക്ഷെ പടച്ചോൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഹിയർ ആഫ്റ്റർ ഉള്ള ഈ ലോകത്തിലെ അനുഗ്രഹത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ആഖിറത്തിലേക്ക് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് പടച്ചോൻ നമ്മളെ നല്ലവരായ ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖി തആതിക. ആമീൻ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ പിന്നെ കൺട്രോൾ ചെയ്യുന്നതാണ് ഡിസയേഴ്സ്. ആ ഡിസയേഴ്സ് ഒക്കെ നമ്മൾ മാറ്റി വെക്കുന്നത് ഈ ഒരു റമദാനിലാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞാല് നമ്മളെ അവസാനത്തെ 10ലേക്ക് കിടക്കുകയാണ് അല്ലെ, ലൈലത്തുൽ ഖദറിലേക്ക്. നാളെ ഇപ്പൊ 19ആണ്, മറ്റന്നാള് 20 സൺഡേ 20 ആകുമ്പോ 21 രാവ്. അതാ എത്തി അല്ലെ, കയ്യാറായി ഏകദേശം. റമദാന്റെ ഏറ്റവും നല്ല ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട് ഉണ്ടല്ലേ, ഹദീസ് ചെയ്ത റിപ്പോർട്ട് അല്ല, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. എന്താണ്? പിന്നെ ലൈലത്തുൽ ഖദറിനെ പറ്റിയിട്ട് എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ഒരു ദിവസങ്ങൾ നമ്മൾ ആയിഷ ബീവി കണ്ടിട്ടില്ല എന്നുള്ളത്. അതായത് റമദാനിലെ അവസാനത്തെ 10 ഇബാദത്ത് ചെയ്യുന്നത് പോലെ അള്ളാന്റെ റസൂൽ ഇബാദത്ത് ചെയ്യുന്നതായിട്ട് ആയിഷ ബീവി കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. സോളിഡ് ആയിട്ടുള്ള ഹദീസാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ, അത് നമുക്കുള്ളൊരു ഇതാണ്, നമ്മളും ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ടത് റമദാനിലെ അവസാനത്തെ 10 ഇൻഷാ അല്ലാഹ്. പഠിച്ചോൻ അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിലെ 10 കടന്നു പോകാതെ അതിലൂടെ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പഠിച്ചോൻ നമ്മൾക്കൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. മെജോറിറ്റി പാസ്സായി പോയില്ല നമ്മള്. ഇപ്പൊ ഏകദേശം റമദാന്റെ മെജോറിറ്റി പാസ്സായാലും August 2023. അതായത് 1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ള രാവ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നത് അല്ലെ. 1000 മാസങ്ങളെക്കാൾ പവിത്രം എന്ന് പറയുമ്പോൾ ഏകദേശം 83 years 83 വർഷത്തെ പ്രതിഫലം കിട്ടുന്ന ഒരു രാത്രിയാണ്. അപ്പൊ ഒരു 3 കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ കുറിച്ച് വെക്കണം. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു 3 കാര്യമാണ് ലൈലത്തുൽ ഖദർ എന്നുള്ള നിലയിൽ. ഒന്നാമത് നമ്മള് വിചാരിക്കുക എപ്പോഴാണ് ലൈലത്തുൽ ഖദർ തുടങ്ങുന്നത്? ശരിക്കും
ലൈലത്തുൽ ഖദർ എപ്പോഴാ തുടങ്ങുക? ഇപ്പൊ 21 രാവാണെങ്കിൽ ഏത് ടൈമാ തുടങ്ങുക? മഗ്‌രിബ് മുതൽ. മഗ്‌രിബ് മുതൽ. പക്ഷെ അധിക പേരും വിചാരിക്കുക ഏശാന്റെ അവസാന 10 പക്ഷെ സമയമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ 21 രാവാണെങ്കിൽ അധിക പേരും പിന്നെ ഏശാന്റെ ശേഷമുള്ള ഒരു തറാവി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് എന്താണ് ലൈലത്തുൽ ഖദർ എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ നമ്മള് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതോടുകൂടെ നോമ്പ് മുറിക്കുന്നതോടുകൂടി നമ്മള് ലൈലത്തുൽ ഖദർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സംഭവം, നമ്മൾ നോമ്പ് തുറന്നതോടുകൂടി നമ്മൾ പറയാൻ പാടില്ലാത്ത എന്തും പറയാനോ അപ്പം മുതൽ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. മെയിനായിട്ട് പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും പറയാതിരിക്കുക, വേണ്ടാത്തത് ചെയ്യാതിരിക്കുക, ആ ഒരു ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആവണം. മെയിനായിട്ട് നമ്മൾ പഠിച്ചോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് പിടിച്ചു വെക്കാനുള്ള ഒരു പിന്നെ സ്ട്രെങ്ത് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വല്ലതും പെട്ടുപോയാൽ തന്നെ ആ രാത്രിന്റെ പകുതി പ്രതിഫലം അതോടുകൂടി നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് മഗ്‌രിബ് വാങ്ങ് കൊടുത്ത് നമ്മൾ പിന്നെ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇതാ ലൈലത്തുൽ ഖദറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മെയിനായിട്ട് പിന്നെ ഒന്നും പറയാതിരിക്കുക ഏറ്റവും നല്ലതായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നാവാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകള് പിന്നെ നരകത്തിൽ പോയിട്ടുള്ളത് നാവ് കൊണ്ടാണ്. അപ്പൊ ഈ നാവ് നമ്മളെ ലൈലത്തുൽ ഖദറിനൊന്ന് നമ്മള് ചതിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് മുതൽ ഒരു പ്രാക്ടീസ് നമ്മൾ വേണം. ഓൾറെഡി വേണം, പക്ഷെ കൂടുതൽ പവർ, കൂടുതൽ ശക്തിയോടുകൂടി നമ്മൾ ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടണമെന്ന് തീരുമാനിക്കണമെങ്കിൽ നൗ ഇറ്റ് സെൽഫ് നമ്മൾ തീരുമാനിക്കണം. നമ്മളെ നാവ് കൊണ്ടൊന്നും ആ രാത്രികളിൽ എന്നല്ല ജീവിതത്തിൽ ഉടനീളം. പക്ഷെ ആ രാത്രിയുടെ പ്രത്യേകത വെച്ചാല് 1000 മാസത്തെ കൂലിയുള്ളതാ. അപ്പൊ പ്രത്യേക ഒരു 2 ദിവസം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു ട്രെയിൻ ഇതുപോലെ ചെയ്യാം. ഒന്നും പറയാതെ ഒരു ട്രെയിനിങ് എന്താണ് അങ്ങനെ വേണമെങ്കിൽ ചെയ്തു നോക്കാം. പക്ഷെ അള്ളാ പഠിച്ച തൗഫീഖ് നൽകട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഇശാ നിസ്കാരം നമ്മൾ ജമാഅത്തായി നിസ്കരിച്ചാല് രാത്രിയുടെ ആദ്യ പകുതി നമ്മൾ ഇബാദത്ത് ചെയ്ത കൂലിയാണ്. അതേപോലെ തന്നെ സ്വബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാല് രാത്രിയുടെ അവസാന പകുതി ഇബാദത്ത് ചെയ്ത കൂലിയാണ്. അപ്പൊ ഈ 2 നിസ്കാരവും നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ നമ്മൾ ഇബാദത്ത് എടുത്ത കൂലിയാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ലൈലത്തുൽ ഖദറിൽ നമ്മൾ ജമാഅത്തായിട്ട് യശയും പിന്നെ സ്വബഹിയും നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് പഠിച്ചോളെ എത്തിക്കുമാറാവട്ടെ. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്വബഹിയും യശയും നിസ്കരിച്ചതോടുകൂടെ പഠിച്ചോ സ്വീകരിച്ചാൽ ആ രാത്രി മുഴുവൻ നമ്മൾ ഇബാദത്ത് എടുത്ത കൂലി നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മഗ്‌രിബ് കഴിയുന്നതോടുകൂടി എന്തെങ്കിലും ഒരു സദഖ കൊടുക്കുക. ചാരിറ്റി എന്തെങ്കിലും, അത് എത്രയാന്നുള്ളതല്ല, എന്തെങ്കിലും 1 രൂപയാണെങ്കിലും പോലും എന്തെങ്കിലും നമ്മൾ ഡെയിലി മാറ്റിവെക്കുക. അവസാന 10 ഇനിയിപ്പോ കൊടുക്കാൻ ആരെങ്കിലും ആ ടൈമിൽ ഇല്ലെങ്കിലും നിയത്ത് ചെയ്ത് നമ്മൾ മാറ്റിവെക്കുക. അതൊരു 100 രൂപയാണെങ്കിൽ പോലും, 1000 രൂപയാണെങ്കിൽ പോലും, 1 രൂപയാണെങ്കിൽ പോലും ആ 10 ദിവസവും നമ്മൾ എന്തെങ്കിലും നിയത്ത് ചെയ്ത് മാറ്റിവെക്കുക. ആൾക്കാര് ആ രാത്രി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിറ്റേന്ന് വന്നാൽ അവർക്ക് ആ നിയത്തിൽ എടുത്തു കൊടുക്കുക. അപ്പൊ 3 കാര്യം നമ്മൾ ഒരിക്കലും ഈ ലൈലത്തുൽ ഖദറായിട്ട് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? 3 കാര്യം പറഞ്ഞു. ആരെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഗൂഗിൾ പേ ഉള്ളത് സൗകര്യം മതി. അത് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. ഗൂഗിൾ പേ ഉള്ളത് നല്ല സൗകര്യമാണ്. അതാരെ പറഞ്ഞത്? മാഷാ അല്ലാഹ്. അപ്പൊ തന്നെ കൊടുക്കല്ലേ? ഏത് പാതിരായാലും ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചിന്തിച്ചു. അത് നല്ലൊരു കാര്യമാണ്. അതായത് രാത്രിയുടെ ലാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിന് ആ ടൈമിലാണെങ്കിലും നമുക്ക് ചാരിറ്റി കൊടുക്കാം. ഏതായാലും നല്ല ഐഡിയ ആണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മാഷാ അല്ലാഹ്. പിന്നെ അപ്പം 3 കാര്യം പറഞ്ഞത്. ഒന്ന് ചാരിറ്റി കൊടുക്കുക, വേണ്ടാത്തത് ഒഴിവെക്കുക, ജമാഅത്ത് നിസ്കരിക്കുക, സീനത്ത്. ഓക്കെ. അപ്പൊ ഈ 3 കാര്യം, സംസാരം, നാവിനെ സൂക്ഷിക്കുക, സദഖ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ എത്തിക്കുമാറാട്ടെ. അപ്പൊ ഈ 3 കാര്യം നമ്മൾ ഈ ലൈലത്തുൽ ഖദർ പിന്നെ ദിവസം ഒരിക്കലും മറക്കരുത്. വേണമെങ്കിൽ നോട്ടിൽ എഴുതി വെച്ചോ, എന്നിട്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും
നമ്മൾ അതിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെങ്കിലും ഒന്ന് എഴുതിയിട്ട് നമ്മൾ നാവ്, സംസാരം, ജമാഅത്ത്, ഈ 3 കാര്യമാണെങ്കിൽ എവിടെ നമുക്ക് എഴുതി ഒട്ടിച്ചു വെക്കാം. നമ്മൾ നടന്നു പോകുന്ന വേണമെങ്കിൽ കിച്ചണിൽ തന്നെ ഒട്ടിച്ചു വെക്കാം. അപ്പൊ നമ്മളിങ്ങനെ റിമൈൻഡ് ആക്കിക്കൊണ്ടിരിക്കും. മാഷാ അല്ലാഹ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് 3 കാര്യമാണ്. പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി പിന്നെ ഇപ്പൊ തെക്കുവയൊക്കെ നേടി, പിന്നെ സബറൊക്കെ കൈക്കൊണ്ടു, അങ്ങനല്ലേ? എല്ലാരും ആ ഒരു ക്വസ്റ്റ്യനിലല്ലേ നിൽക്കുന്നത്, അല്ലേ? ഏറെക്കുറെ ആ ഒരു ഇതിലെത്തി. ഇനിയിപ്പോ ഒരു 21 ദിവസം എന്നാണ് സയന്റിഫിക്കലി പറയുന്നത്. 18 ദിവസമായി ഓൾറെഡി. നമുക്ക് ഇനിയിപ്പം സുന്നത്ത് നിസ്കരിക്കാന്ന് പറയുമ്പോ, നോമ്പ് വെക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വലിയ വിഷയമല്ല. നമുക്കത് ചെയ്യും, അല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ശരിക്കും അതോടുകൂടി നമ്മളൊരു സെൽഫ് പ്യൂരിഫിക്കേഷൻ തന്നെ നടന്നിരിക്കുക. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ? ഇത് നമ്മൾ പറയുന്നത് ചിലപ്പോ നോമ്പായപ്പോ ഭയങ്കര സമാധാനം, ജോയ്ഫുൾ, ഭയങ്കര ജോയാണ് നോമ്പാകുമ്പോ. എന്താ അറിയില്ല എന്തുകൊണ്ടത്? നോമ്പിന് ആകുമ്പോക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നോമ്പാകുമ്പോ ഭയങ്കര സന്തോഷവും സമാധാനവും. എന്തുകൊണ്ടാ? മനസ്സ് നന്നാവും. എന്തുകൊണ്ടാണ്? അത് ശരിയാണ്. നമ്മൾ പഠിച്ചവനോട് കൂടുതൽ അടുക്കുന്നത് നോമ്പിനാണ്. ഇബാദത്തോടും പടച്ചോൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതിയാൽ മനസ്സമാധാനം ഉണ്ടാവും, സുന്നത്ത് നിസ്കരിച്ചാൽ മനസ്സമാധാനം ഉണ്ടാവും, പടച്ചവനോട് അടുത്താൽ, വേണ്ടാത്ത കാര്യങ്ങൾ കാണാതിരുന്നാൽ സമാധാനം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോ നമ്മള് റമദാൻ നല്ല ജോയ്ഫുൾ ആവും. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോ പിന്നെയും പണ്ടത്തെ പോലെ ആവും, അല്ലേ? ആണോ? അതന്നെ, ഇബാദത്തിന് കൂടുതൽ ടൈം കിട്ടുമ്പോ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ നേരമില്ല. അതാണ് സാധാരണ ഫുഡ് എന്നുള്ള ചിന്ത ഒന്നും വരുന്നില്ലല്ലോ. അതന്നെ, ഒരു വിഷയം നമുക്ക് ഫുഡൊന്നും നമുക്ക് കുറെ ടൈം കിട്ടുന്നുണ്ടല്ലോ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കുറെ ടൈം ഫുഡ് ഉണ്ടാക്കാൻ ഇതിനായിട്ട് പോവല്ലേ. അതന്നെ, അത് സാധാരണ നാളിൽ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പൊ ഈ നോമ്പ് നോറ്റിട്ട് ഇബാദത്ത് ചെയ്യും, കട്ട്ലേറ്റ് ഉണ്ടാക്കും, സമൂസ ഉണ്ടാക്കും. അതാണ് നമ്മളെ പവർ, അല്ലേ? അല്ലേ? ആണ്, യെസ്, അതെ. അപ്പൊ അതാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി നല്ല പവറിൽ നിൽക്കാണ് ഇപ്പൊ. ഇനി അത് വിട്ടുകളയരുത്. നമ്മൾ ഏറ്റവും നല്ല വേർഷനാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, റമദാന് മാറിയിട്ട് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ റീതിങ്ക് ചെയ്യണം നമ്മൾ എന്താന്നുള്ളത്. റമദാന് കഴിഞ്ഞിട്ടും നമ്മളിലൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ വി വാണ്ട് ടു റീതിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കന്നെ വേണ്ടി വരും ശരിക്കും. പക്ഷെ ഇതിൽ കുറെ ആൾക്കാർ എല്ലാരും പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ്. പടച്ചറബ് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ 1 മണിക്കൂറൊക്കെ നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിലും കൂടെ നോമ്പ് കഴിഞ്ഞാൽ നമ്മള് തറാവിയൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഭയങ്കര ഹെവി ലോഡൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഒന്നാമത് മന്ത്ലി 3 ദിവസത്തെ ബ്രൈറ്റ് ഡേയ്സ്, അതായത് 3 ദിവസത്തെ സുന്നത്ത് നോമ്പൊക്കെ ചെയ്യുക, അതൊക്കെ എടുക്കുക. പിന്നെ തേഴ്സ്ഡേയും മൺഡേയും ഉള്ള നോമ്പ്, സുന്നത്ത് നോമ്പ് എടുക്കുക. ഒറ്റയടിക്ക് നമ്മൾ എല്ലാ സുന്നത്തും അങ്ങ് നിർത്തിക്കളയരുത്. റമദാൻ കഴിയുന്നതോടുകൂടി നമുക്ക് പറ്റുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ്. റമദാൻ കഴിയുന്നതോടുകൂടി സുന്നത്തൊക്കെ മൊത്തം ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല എന്നുള്ള നിലയിൽ ഒറ്റയടിക്ക് നമ്മളങ്ങനെ സുന്നത്തൊക്കെ നിർത്തി വെക്കും. കുറെയൊക്കെ നമുക്ക് റമദാന് മാത്രമായിട്ട് പറഞ്ഞ തറാവിയൊക്കെ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ ബാക്കിയുള്ള റവാത്തിബ് സുന്നത്തുകളൊക്കെ നമ്മളെ ലൈഫിൽ, പിന്നെ ഖുർആൻ റെസിറ്റേഷൻ, നമ്മള് ഖുർആൻ റെസിറ്റേഷൻ കമ്പയർ ചെയ്താല് ഭയങ്കര സ്പീഡുള്ള ട്രെയിനിൽ ഇപ്പത്തെ അതേതായിരുന്നു നമ്മളെ ഇപ്പൊ ഇറങ്ങിയ അതിന്റെ പേര് കിട്ടുന്നില്ല എനിക്ക്. എന്താണ് ആ ട്രെയിനിന്റെ പേരാരും പറഞ്ഞുതരാം? ഭയങ്കര ഹൈ സ്പീഡിലുള്ള ട്രെയിൻ ഇറങ്ങിയിട്ട് ഇപ്പൊ എടുത്തു. വന്ദേ ഭാരത്. റമദാൻ മാസത്തില് നമ്മളെ ഖുർആനോത്ത് വന്ദേ ഭാരത് ആണെങ്കിൽ സാധാരണ നാള് നമ്മള് ഖുർആനോത്ത് ലോക്കൽ ട്രെയിനാ അല്ലേ? ഒരു ഹത്തം ഓതാൻ തന്നെ 2-3 മാസം ഇങ്ങനെ കൊണ്ടുപോവാണ്, ഇങ്ങനെ വെച്ച്. പക്ഷെ റമദാനായാല് 4-5 ഹത്തം ഓതാനുള്ള, പക്ഷെ നമുക്ക് പവർ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ അത്രയൊന്നും പവർ ഇല്ലെങ്കിലും വന്ദേ ഭാരത് ആയിട്ടില്ലെങ്കിൽ ഒരു എക്സ്പ്രസ് എങ്കിലും ആവാൻ ട്രൈ ചെയ്യുക. ലോക്കലിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത്.
ഇൻഷാ അല്ലാഹ് പഠിച്ചോൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചാരിറ്റി റമദാനിന് മാത്രമൊന്നല്ല, അത് നമുക്ക് അല്ലാത്ത നാളിലും പറ്റും. അപ്പൊ ചാരിറ്റി നിർത്തിവെക്കരുത്, ഖുർആൻ റെസിറ്റേഷൻ നിർത്തിവെക്കരുത്, സുന്നത്തില്ലാതാക്കരുത്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യങ്ങളിന് വേണ്ടാന്ന് നിൽക്കുമ്പോ പഠിച്ചോന് ഹലാലാക്കിയതാണ് ഭക്ഷണവും പിന്നെ എന്താണ് വെള്ളമൊക്കെ. അത് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പഠിച്ചോന് ഹറാം എന്ന് പറഞ്ഞത് നമുക്ക് പുഷ്പം പോലെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും. അത് നമ്മളിപ്പോ തെളിയിച്ചു കഴിഞ്ഞു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ സ്ത്രീകളുടെ ഇടയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ഒരു മാറ്റവും ഇല്ലാതെ ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് രാവിലെ ഭക്ഷണം ഉണ്ടാക്കുക, അത് കഴിക്കുക, പിന്നെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കുക, അത് കഴിക്കുക, ഒരേ റൂട്ടീനിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മളെ ഇടയിൽ. ഉണ്ടോ? സ്ത്രീകളുണ്ടോ? ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മളെ ഇടയില്. അപ്പോ എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നമുക്ക് വേണ്ട ഒരു സമയം നമ്മൾ എന്തായാലും മാറ്റി വെക്കണം. നമ്മളും പടച്ചോനായിട്ടുള്ള ഒരു കണക്ഷൻ. കാരണം നമ്മുടെ ലൈഫ് ജീവിച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോ എന്താ നമ്മൾ ചെയ്തത്, നമ്മൾ പഠിച്ചവനായിട്ടുള്ള ഒരു കണക്ഷൻ. അതൊരു കുറെ നേരം ഒന്നും വേണ്ട, 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മളെ ഏറ്റവും വലിയ പിന്നെ അമാനത്ത് എന്ന് പറയുമ്പോൾ ഭർത്താവും മക്കളുമാണ്. അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അവരുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് പഠിച്ചവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, റസൂൽ നമ്മളെ പഠിച്ചിട്ടുള്ളത്. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാലും നമുക്ക് എത്ര ടൈം ഉണ്ടല്ലോ ഒരു ദിവസം അവരുടെ പ്രയോറിറ്റികളൊക്കെ ചെയ്തു വെച്ചാൽ. പക്ഷെ എന്നാല് ആ ടൈമിൽ നിന്നൊരു 10 മിനിറ്റ് സ്ത്രീകൾ എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരും ഒരു 15 or 10 മിനിറ്റോ നമ്മൾ മാറ്റി വെക്കണം. ഒന്നെങ്കിൽ ഒരു ഹദീസ് പഠിക്കാൻ, അല്ലെങ്കിൽ ഖുറാനിൽ ഏതെങ്കിലും ഒരു ആയത്ത് അർത്ഥം അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും ഒരു അറിവ് നമ്മൾ ലൈഫിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കല്യാണത്തിന് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ അത് പോയിട്ടുണ്ടാവും. നമ്മൾ അറിയാതെ ലൈഫിൽ നിന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ മറന്നു. പക്ഷെ നമ്മളൊന്ന് അപ്ലേൺ ചെയ്യണം, അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ അപ്ലേൺ ചെയ്യണം, അപ്സ്കിൽ ചെയ്യണം. അല്ലാതെ നമ്മളെ ലൈഫിൽ ഒരു ഡെവലപ്മെന്റും നടക്കില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ മറക്കുന്നതിനനുസരിച്ച് നമ്മളെ കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നാലേ ലൈഫിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. മെയിൻ ആയിട്ട് നമുക്ക് ഡിപ്രഷൻ വേണ്ട, നല്ല സമാധാനം വേണമെങ്കിൽ 5 മിനിറ്റ് പഠിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാനും പഠിച്ചവനായിട്ടുള്ള ഒരു ഹദീസ് പഠിക്കുമ്പോഴുള്ള ഗുണം എന്താ അറിയാം? ഒരു ഹദീസ് പഠിക്കുന്ന നമ്മളും ഒരു ഹദീസ് പഠിക്കാത്ത നമ്മളും തമ്മിൽ രണ്ടും ഡിഫറെന്റ്. എങ്ങനെയാന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ആ ഒരു രീതിയിലായിരിക്കും നമ്മളെ പ്രവൃത്തി, നമ്മളെ മനസ്സും. അത് ശരിക്കും ഫീൽ ചെയ്തിട്ട് തന്നെ അറിയണം. പിന്നെ ആ ഒരു ഫീലിങ് നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോഴുള്ള അറിവിന്റെ ഫീലിങ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ തന്നെ പോയിട്ട് അത് പിന്നെ ഞാനിപ്പോ എവിടെയെങ്കിലും പോയിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാലും അത് നിങ്ങളൊന്ന് രുചിച്ചു നോക്കണം, അതിന്റെ റിയൽ ടേസ്റ്റ് അറിയണമെങ്കിൽ. യെസ്, അത് അനുഭവിക്കാറുണ്ട് സുമയ്യ. ഓക്കെ, ആ ഇൽമിന്റെ ഒരു പവറാണത്. യെസ്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹുസൈന, ഓക്കെ, ഹുസൈന, സീനത്ത്, എല്ലാരും പറയുന്നുണ്ട് മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ ഞാനിങ്ങനെ നിങ്ങളോട് നല്ല ഇതൊന്ന് പറയുന്നതിൽ നല്ലത് നമ്മളെല്ലാരും അത് രുചിച്ചു നോക്കുമ്പോ, പ്രത്യേകിച്ച് ഇൽമിന്റെ ഒരു പവർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ രുചിച്ചു നോക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. പക്ഷെ നമ്മളെ സ്ത്രീകൾ എന്നും പറയുന്ന ഒരു വാക്കാണ്, അധിക പേരോട് എന്തെങ്കിലും പഠിച്ചൂടെ, എന്തെങ്കിലും പിന്നെ ഹദീസ്, തഫ്സീർ അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എവിടെയാ നേരം. നമ്മളെ സ്ത്രീകൾ പറയുന്ന ഒരു വാക്കാണ് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ അതിനിപ്പോ ഇടങ്ങേറെ പിന്നെ പറയുന്ന ഒരു വാക്കാണ്. പിന്നെ എല്ലാരും 10-40 വയസ്സായി ഇനിയിപ്പൊ പഠിക്കാനില്ല. ഞാൻ ഒരുപാട് പേരടുത്തുനിന്ന് കേട്ടതാ, കുട്ടികളായി മക്കളൊക്കെ കെട്ടിക്കാനായി ഇനിയിപ്പോ പഠിക്കാൻ പോയിട്ട് എന്നിട്ട് വേണം ആൾക്കാർ പറയുന്നത് കേൾക്കാൻ. ഈ പറയുന്ന ആൾക്കാരോ ഇതൊന്നും നമ്മളെ കബറിൽ വരില്ല. നമുക്ക് നാളെ പഠിച്ചവന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേണായിട്ട് പറയണമെങ്കിൽ നമ്മളെ മക്കളോ നോക്കിയതും ഭർത്താവിനെ നോക്കിയതൊക്കെ നമുക്ക് കൂലിയായിട്ട് ഉണ്ടാവുമെങ്കിലും നമുക്ക് സ്റ്റേണായിട്ട് നിന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിച്ചവനായിട്ട് നമ്മൾ മാറ്റി വെക്കുക തന്നെ ചെയ്യേണ്ടി വരും. ദിവസം ഇബാദത്തിനൊക്കെ ഒരു പോളിഷ് ചെയ്ത് എടുക്കണമെങ്കിൽ പണ്ടേ പഠിച്ചു വന്ന നമുക്ക് നമ്മളെ ഉണ്ടാവും. ഷിഫാര, ഗ്രേറ്റ്. അപ്പോ നമ്മൾ പണ്ടേ പഠിച്ചു വന്ന കാര്യങ്ങള് ആയിരിക്കും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാരും രാത്രിയില് മഗ്‌രിബിന്റെ ശേഷം മിക്കവാറും തബാറക്ക സൂറത്ത് ഓതുന്ന ആളായിരിക്കും അല്ലെ.
എല്ലാവരും ഓതുന്ന ഒരു സൂറത്താണ് തബാറക്ക. സൂറത്തുൽ മുൽക്ക്. തബാറക്ക സ്റ്റാർട്ടിംഗ് ആണ്. സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതുന്ന ആളായിരിക്കും, വർഷങ്ങളായിട്ട് ഓതുന്നു. വർഷങ്ങളായിട്ട് നമ്മൾ ഓതുന്നുണ്ടാവും. പക്ഷെ അതിലൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇതിങ്ങനെ ഓതുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാവും. ചിലപ്പോ അവരോട് ഈ ഒരു അർത്ഥം ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല എന്താണ് ഇതിന്റെ അർത്ഥം. അല്ലദീ ഖലഖൽ മൗത, പിന്നെ മഗ്‌രിബിന യാസീൻ അൽ ഖുർആൻ എപ്പോ ഓതണം കേട്ടോ. ഒക്കെ നല്ല കാര്യമാണ്, നല്ല കൂലി കിട്ടുന്നതാണ്. പക്ഷേ നമ്മളത് അർത്ഥം അറിഞ്ഞു ഓതുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കും. ഞാൻ നിങ്ങളെ പോലെ ഒരു 10 വർഷം 15 വർഷത്തോളം നിങ്ങളൊക്കെ പോലെ തന്നെ പിന്നെ സാധാ ഒരു വീട്ടമ്മയായിട്ട് ജീവിച്ച ഒരാളാ ഇങ്ങനെ ഇബാദത്തൊക്കെ എടുത്ത്. പക്ഷെ എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു മാറ്റമാണ്. ഇന്നിപ്പോ ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇൽമ തന്ന ഒരു പവറാണ്. അപ്പൊ ആ ഒരു പവർ നിങ്ങൾക്കും പറ്റും, ഇൽമ പകർന്നു കൊടുക്കാനുള്ള പവർ. ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, അല്ലദീ ഖലഖ, പഠിച്ചവൻ നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അമല് ചെയ്യുന്ന, ഏറ്റവും അഹ്സനു അമലൻ, ഏറ്റവും നല്ല അമല് ചെയ്യുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പഠിച്ചോന് പഠിച്ചത്. അത് നമ്മളെ സ്ത്രീകള് ഇങ്ങനെ എന്നും ഓതുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഒരു 100 പേര് ഓതുന്നുണ്ടെങ്കിൽ ഒരു 20 പേർക്ക് മാത്രമേ അതിന്റെ അർത്ഥ തഫ്സീർ അറിഞ്ഞിട്ട് നമ്മൾ ഓതുന്നുണ്ടുള്ളൂ. സത്യമല്ലേ? നമ്മള് സ്ത്രീകൾ എന്ന് പറഞ്ഞ ഖുർആനൊക്കെ ഓതാൻ ഭയങ്കര, എല്ലാരും അപേക്ഷിച്ച് ആണുങ്ങളെ അപേക്ഷിച്ച് ഖുർആനൊക്കെ ഓതാൻ വരുമ്പോൾ ഭയങ്കര. പക്ഷെ കുറച്ചുകൂടി ഒരു ലൈഫിൽ നമ്മൾ ഒരു മാറ്റം ഉണ്ടാക്കണം. ഒരു ഹദീസ് പഠിക്കുക, ഒരു തഫ്സീർ പഠിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ ഈ ഒരു പിന്നെ ഈ ഒരു റമദാൻ കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നാളെ കവറിൽ പോയാൽ നമ്മൾ ചോദിക്കുമ്പോൾ എനിക്ക് ചോറ് വെക്കാനുണ്ടേനും, എനിക്ക് ചായ കൊടുക്കാനുണ്ടേനും, മോന് ചെറുതേനും, അതൊന്നും കാര്യം പറഞ്ഞാൽ അവിടെ പോവില്ല. നിനക്ക് കൂലി പഠിച്ചാൽ തരൂല എന്നല്ല, പക്ഷേ എന്താണ് അർത്ഥം അറിയാൻ ശ്രമിക്കാറുണ്ട്. ശ്രമം പഠിച്ചവർ നല്ലതൊരു ശ്രമമാക്കി തീർക്കട്ടെ. പക്ഷേ നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം നമ്മൾ ഇന്ന് തീരുമാനിക്കണം ഒരു 10 മിനിറ്റ് നമ്മൾ എന്തായാലും പഠിക്കും എന്നുള്ളത്. ഖുർആന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടും നമ്മളേതായിട്ടുള്ള ഒരു സമയം. നമ്മള് സമയമില്ല എന്ന് പറഞ്ഞത് വെറുതെ പറയുന്നത്. നമ്മൾ എത്ര നേരം യൂട്യൂബില് ഇതിന്റെ എന്താണ് ഇപ്പോ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എത്രയോ ചാനൽസ് കണ്ടിരിക്കാറുണ്ട് അല്ലെ? കണ്ടിരിക്കാറില്ലേ? ഇല്ല കണ്ടിരിക്കാറില്ല. ഓരോ നല്ല നല്ല പുതിയാപ്പിളാർക്കൊക്കെ ഭർത്താക്കന്മാർക്കൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവര് സ്നേഹം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കണ്ടേ? അപ്പൊ നമ്മൾ കാണണ്ടേ? അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നുള്ളതാണ്. ഫോണായാലും നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ നല്ല നിയത്തോടു കൂടി ഭർത്താവിനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള നിയത്തോടു കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നില്ല. എന്തിപ്പോ തെറ്റ്? നമുക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കണം, വെറൈറ്റി ഫുഡ്. എന്നിട്ട് അന്ന് ഭർത്താവിനോടുള്ള അട്രാക്ഷൻ കിട്ടാനാണെങ്കിൽ നിയത്ത് നല്ലതല്ലേ നമ്മളത്. അപ്പൊ അതുകൊണ്ട് പ്രശ്നവുമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ടൈം നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ എല്ലാവരും തയ്യാറല്ലേ? ആസ് എ മുസ്ലിം വുമൺ എല്ലാരും തയ്യാറല്ലേ? 530 മെമ്പേഴ്സ് ഉണ്ട്. എത്ര പേര് തയ്യാറായെന്ന് എനിക്ക് അറിയില്ല. പഠിച്ചവൻ എല്ലാരും എത്തിക്കട്ടെ. ആമീൻ ആമീൻ. അപ്പോ പിന്നെ ഇതൊക്കെയാണ് കാര്യമായിട്ട് നിങ്ങളോട് നമ്മളെ സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ള നിലയിൽ നമ്മളിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നു. നമ്മളിനി ഈ എത്തി നിൽക്കുന്നിടത്ത് നിന്ന് താഴോട്ട് പോണോ, അതോ നമ്മൾ ഇതിന്റെ മുകളിൽ പോണോ, അല്ല ഇങ്ങനെ തന്നെ പോണോ? ആ ഒരു ഡിസിഷൻ ഇപ്പൊ നിങ്ങളെ കയ്യിലാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കാം, ഇതിന്റെ മുകളിൽ പോണോ, നല്ല മുസ്ലിം ആവണോ, അതുപോലെ അല്ലെങ്കിൽ പിന്നെ നോമ്പിന് മുമ്പുണ്ടായ ഞാനാവണോ, അല്ല ഇതിന്റെ മുകളിൽ പോണോ, അല്ല ഇത് ഇങ്ങനെ പോണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ബിക്കോസ് നാളെ ഹിയർ ആഫ്റ്റർ നമുക്ക് പഠിച്ചോനെ മീറ്റ് ചെയ്യാനുള്ളതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ഒരു ഇതോടുകൂടി ഞാനെന്റെ ഈ ഒരു പിന്നെ സംസാരം ഇവിടെ നിർത്തുകയാണ്. പഠിച്ചവൻ നമ്മുടെ ഈ പറയലും കേൾക്കലും ഒക്കെ സ്വാലിഹായ അമലായി പരിഗണിക്കുമാറാവട്ടെ. നമ്മളെ ഇടയിൽ വെച്ച് ഒരുപാട് പേര് നമ്മളെ മാതാപിതാക്കളൊക്കെ നമ്മളെ വിട്ടു പറഞ്ഞ് ഖബറിലുണ്ട്. അവരുടെയൊക്കെ
പിന്നെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ നമ്മളെയും അവരെയൊക്കെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ റമളാന് നാളെ അവിടെ നമുക്ക് ഒരു പിന്നെ ഇത് പറയുന്ന ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. آمين. اللهم إني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. ചക്കര കുട്ടി ചക്കര ചക്കര കൂട്ട അപ്പുറത്ത് പൂട് നിങ്ങളെ വോയിസ് ഒന്ന് ചെക്ക് ചെയ്യോ ശബന്ത? ഓക്കെ ആണോ? കേക്കുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ 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 ഓക്കെ. വോയിസ് ഒന്ന് ചെക്ക് ചെയ്യോ? ഹലോ നാഫിയ. ഹലോ. ഓക്കെ ഓക്കെ. കേൾക്കാം.
ആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കേൾക്കുന്നില്ലല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ നാഫിയ ഫർഹത്ത്, വയനാടാണ് സ്ഥലം. സ്പീക്ക് ഓൺ ട്രെയിനേഴ്സ് പ്രോഗ്രാമിന്റെ സെക്കൻഡ് ബാച്ചിൽ പങ്കെടുത്ത ആളാണ്.
ആദ്യമായി ഇങ്ങനെ ഒരു അവസരം നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. തുടർന്ന് സ്പീക്ക് ഓൺ ടീമിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സ്പീക്ക് ഓണിനെ കുറിച്ച് അധികം ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ സെഷനുകളിൽ നിന്നും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദർവാസെ ജിനാൻ എന്ന പേരിൽ സ്പീക്ക് ഓൺ നടത്തുന്ന 10 days റമദാൻ ക്യാമ്പയിലെ 4ാമത്തെ സെഷനിലാണ് നമ്മളിന്നുള്ളത്. പ്രഗത്ഭരായിട്ടുള്ള 3 ട്രെയിനേഴ്സിന്റെ ക്ലാസ്സുകൾ അൽഹംദുലില്ലാ ഭംഗിയായി നടന്നു. ഇന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപത്നി ഷബാന ബീവിയാണ് നമ്മോട് സംവദിക്കുന്നത്. സെൽഫ് ഡെവലപ്മെന്റ് എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് കേൾക്കുന്ന കാര്യങ്ങള് നമ്മൾ 3 ദിവസമായിട്ടാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലായിട്ടാണെങ്കിലും കേൾക്കുന്ന കാര്യങ്ങൾ അപ്പൊ കേട്ടുവിടാതെ അത് നോട്ട്സ് ആയിട്ട് കുറിച്ച് വെക്കാനും വീണ്ടും വീണ്ടും ഓർമ്മിച്ച് പിന്നീട് ഇത് പ്രാക്ടിക്കലായി ജീവിതത്തിൽ കൊണ്ടുവരാനും ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് സ്പീക്കോണിന്റെ നേതൃത്വത്തിൽ വുമൺ എംപവർമെന്റ് ലക്ഷ്യമാക്കി ഇതുപോലെയുള്ള കുറെ പ്രൊജക്ടുകൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ പങ്കാളികളാവാൻ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. എല്ലാവരും സ്പീക്ക് ഓൺ ടീമിന് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാം. സെൽഫ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് വെറും നിസ്കാരം, നോമ്പ് അതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. സെൽഫ് ഡെവലപ്മെന്റിന്റെ ഒരു മതം കൂടിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹു സൂറത്ത് റഅദിലൂടെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറുന്നത് വരെ അള്ളാഹു ഒരു സമൂഹത്തെയും മാറ്റിയിട്ടില്ല എന്നുള്ളത്. ഈ ഒരു ആയത്ത് തന്നെ വലിയൊരു പോയിന്റാണ്. സെൽഫ് ഡെവലപ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കുന്ന വലിയൊരു പോയിന്റാണ് ഈ സൂറത്ത് റഅദിൽ ഈ ഒരു ആയത്ത് എന്ന് പറയുന്നത്. അതില് ഒരു 3 പോയിന്റ് പറയുകയാണെങ്കിൽ, ഒന്ന് ഇൽമ്, തൊലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്നാണല്ലോ. അപ്പം നമുക്ക് സ്വയം പാകപ്പെടാനുള്ള ഒരു ഇൽമ, ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ആരുടെ മുന്നിൽ നമുക്ക് ചെറുതാവേണ്ട ആവശ്യമില്ല. ബറക്കത്തുള്ള ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ എവിടെയും നമുക്ക് സംസാരിക്കാനും കോൺഫിഡൻസോടെ നിൽക്കാനുള്ള എല്ലാ ഒരു ഡെവലപ്മെന്റ് നമുക്കുണ്ടാവും. പിന്നെ രണ്ടാമതായി പറയുന്നത് തഖ്വയിൽ ജീവിക്കുക. തഖ്വയിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വയം തെസിക്കിയത്തുണ്ടാവാണ്, സ്വയം നമ്മൾ നന്നാവാ ചെയ്യുന്നത്. ഈ തഖ്വയിൽ ജീവിക്കാൻ പരിശീലിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാസത്തിലാണല്ലോ നമ്മളുള്ളത്, പരിശുദ്ധ റമദാനിൽ. പിന്നെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ട ഏറ്റവും വലിയൊരു തിരിച്ചറിവ് എന്നുള്ളത് ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഏതൊരു പ്രയാസത്തിന്റെ കൂടെയും ഒരു എളുപ്പമുണ്ട് എന്നുള്ള ഈ ഒരു തിരിച്ചറിവ്, ഇതൊരു വലിയൊരു പോയിന്റാണ്. ഖുർആനിൽ തന്നെ അള്ളാഹു 2 പ്രാവശ്യം ഈ ആയത്തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ജേണിയിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോ നമ്മുടെ ഉദ്യമത്തിൽ നിന്ന് നമ്മൾ മാറാതെ റബ്ബ് ഇതിനേക്കാളും ഹൈറായ എനിക്ക് തരും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഒരു എളുപ്പം വരും എന്നുള്ളൊരു ഏറ്റവും വലിയ തിരിച്ചറിവിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തണം. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നമ്മള് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ബീവിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഇവിടെ എന്റെ കർത്തവ്യം എന്നുള്ളത് ഈ സെഷന് സ്വാഗതം പറയാ എന്നുള്ളതാണ്. ആദ്യമായി ഇന്നത്തെ സെഷന്റെ മുഖ്യാതിഥേയം ഇവിടെത്തിയ ഷബാന ബീവിയെ, നമ്മോട് സംവദിക്കാനെത്തിയ ഷബാന ബീവിയെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. കൂടാതെ വിലപ്പെട്ട അറിവുകൾ നുകരാനെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.